Cooperative Commonwealth means it is an ideal society based on cooperative principles. അതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയപ്പെടുന്നത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് റിഫേഴ്സ് ടു ആൻ ഐഡിയൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയപ്പെടുന്നത്. അതാണ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് റിഫേഴ്സ് ടു ആൻ ഐഡിയൽ സൊസൈറ്റി based on cooperative values and principles. The idea cooperative commonwealth was firstly introduced by Lawrence Grundland in his book The Cooperative Commonwealth. അതായത് ഇങ്ങനെ ഒരു ഐഡിയ ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ലോറൻസ് ഗ്രൺലണ്ട് ആണ്. ആരാണ്? ലോറൻസ് ഗ്രോൺലണ്ട്. LAURENCE GRONLUND. ആരാണ്? LAURENCE ലോറൻസ് ഗ്രൺലണ്ട്. GRONLUND. ലോറൻസ് ഗ്രൺലണ്ട് in his book The Cooperative Commonwealth. The book published 1884. അതായത് ഇങ്ങനെ ഒരു ഐഡിയ ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ലോറൻസ് ഗ്രൺലണ്ട് ആണ്. ആരാണ്? ലോറൻസ് ഗ്രോൺലണ്ട് in his book The Cooperative Commonwealth. The book published 1884. 1884 പബ്ലിഷ് ചെയ്ത ദി കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ബുക്കിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ ആണെങ്കിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ദി ഐഡിയ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് ഗ്രോൺലണ്ട് in his book The Cooperative Commonwealth in 1884. 1884 പബ്ലിഷ് ചെയ്യുന്ന ലോറൻസ് ഗ്രോൺലണ്ടിന്റെ ദി കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ബുക്കിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ ആണെങ്കിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് DR ഗാഡ്ഗിൽ. ദി ഐഡിയ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ DR ഗാഡ്ഗിൽ. ഇന്ത്യയിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്ന ആരാണ്? DR ഗാഡ്ഗിലാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ദി ഐഡിയ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ DR ഗാഡ്ഗിൽ. എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഓർ ദി ടേം cooperative commonwealth refers to an economy where the production, distribution and exchange are on the basis of the cooperative values and principles. Then the cooperative commonwealth is that it is an ideal economy that is the entire production, distribution and exchange are owned and controlled by cooperative societies or cooperative movement. It is called cooperative commonwealth. പുതിയതായി ഉണ്ടായ ഒരു ടേം ആണ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് is that it is a term that it is an ideal society based on cooperative values and principles. കോഓപ്പറേറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ഒരു സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ലോറൻസ് ഗ്രോൺലണ്ട് ആണ്. ഇൻ ഹിസ് ബുക്ക് ദി കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത്. ദി കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ലോറൻസ് ഗ്രോൺലണ്ടിന്റെ ബുക്കിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ ആണെങ്കിൽ കൊണ്ടുവരുന്നത്. ഈ ബുക്കാണെങ്കിൽ 1884 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാണ് ദി ലോറൻസ് ഗ്രോൺലൻഡ്സ് ബുക്ക് ദി കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് പബ്ലിഷ്ഡ് 1884. ദി കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ സൊസൈറ്റി ഓർ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഇക്കോണമി that is the entire production or distribution or exchange is conducted or handled on cooperative societies or cooperative movement. It is called cooperative commonwealth. Cooperative commonwealth
refers to an ideal society based on cooperative values and principles. The idea cooperative commonwealth was firstly introduced Lawrence Gronlund in his book The Cooperative Commonwealth. The Cooperative Commonwealth book published 1884. Or the term Cooperative Commonwealth refers to a state of economy where the entire production or distribution or exchange is handled by cooperative society or cooperative movement. ഇതിനെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്.